ഹരിത കേരളം ദേശീയ പരിസ്ഥിതി സമ്മേളനത്തിന് സമാപനം. തിരുവനന്തപുരം ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനം സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ കെ രവിരാമൻ ഉദ്ഘാടനം ചെയ്തു. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഹരിത കേരള മിഷൻ തുടർ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകും. പരിസ്ഥിതി സംരക്ഷണ ആശയങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതായിരുന്നു 3 ദിവസം നീണ്ട ഹരിത കേരളം ദേശീയ പരിസ്ഥിതി സമ്മേളനം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിലെ വിദഗ്ധർ സമ്മേളനത്തിന്റെ ഭാഗമായി. സമാപന സമ്മേളനം സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ കെ രവിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരള മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ തരിശുഭൂമിയിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന് കെ രവിരാമൻ പറഞ്ഞു. മിഷൻ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് ഹരിത കേരള മിഷന്റെ നിർണായക പ്രവർത്തനത്തിന്റെയും കൂടെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിളവ്, കൃഷി, ശുചിത്വം, ഇതൊക്കെ അടങ്ങുന്ന ഒരു ടോട്ടാലിറ്റി. ഈ ടോട്ടാലിറ്റിയെ നമുക്ക് ഉൾച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു തുടർച്ച അനിവാര്യമാണ്. ആ തുടർച്ചയ്ക്കായി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ഇറങ്ങി പ്രവർത്തിക്കേണ്ടതുണ്ട്. സമ്മേളനത്തിലൂടെ സർക്കാരിന് മുന്നിൽ കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതായി നവകേരളം കർമ്മ പദ്ധതി കോർഡിനേറ്റർ TN സീമ വ്യക്തമാക്കി. ഹരിത കേരള മിഷൻ എന്തൊക്കെ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ ആ നേട്ടങ്ങൾക്കെല്ലാം ഉത്തരവാദികളായിട്ടുള്ളവർ, അതിന് അതിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അർഹിക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ മാതൃക സൃഷ്ടിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നേതാക്കളും അവർക്കൊപ്പം നിന്ന് അവിടുത്തെ ജനങ്ങളുമാണ്. ചർച്ചകളുടെ സംക്ഷിപ്ത റിപ്പോർട്ട് സമാപന സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ഹരിത കേരള മിഷന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ കൂടിയായിരുന്നു പരിസ്ഥിതി സമ്മേളനം. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മിഷൻ നയരേഖയും ഉടൻ പ്രസിദ്ധീകരിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.